ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുമ്പോൾ കറൻലി പേഴ്സണുമായിട്ട് അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദാറ്റ് മീൻസ് ഒരു ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളൊരു അകൽച്ചയല്ല ഉദ്ദേശിച്ചത്, മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിൽ അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാവാം, പക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു പഴയ ഐക്യമില്ല. അപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ആരുടെയൊക്കെ എനർജീസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. Nine of Swords, Four of Cups, Six of Pentacles, Nine of Pentacles, Three of Cups, King of Pentacles, Eight of Wands, Ten of Wands, Queen of Cups, Emperor, Queen of Swords, Hanged Man. ഒരു കാർഡ് കൂടി എടുക്കാം, Five of Swords. അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഇവിടെ നമ്മൾ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെയധികം മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പേഴ്സണെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അത്രയേറെ ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ആരോടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ രാത്രി കാലങ്ങളിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ അതോർത്ത് ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാവുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നിലും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങൾ സ്റ്റിൽ പാസ്റ്റിൽ ഇരിക്കുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് പ്ലാൻ ചെയ്ത ഒന്നായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ളൊരു ബന്ധമായിരിക്കാം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടന്നിരുന്ന ഒരു ബന്ധമാണ്. അതിപ്പോൾ ഇതിനകത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം നിരാശമായിട്ടും മാനസിക വിഷമത്തിലും മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രമേൽ ഹാപ്പി ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി ആ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചിലർ പറയാറുണ്ട് ഞാൻ ഓവർകം ചെയ്തു പോയി എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ എനർജി അല്ല ഇവിടെ ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴും നല്ല രീതിയിൽ പെയിൻഫുൾ ആയിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. ചിലപ്പോൾ പുറമേ നിങ്ങൾ ഞാൻ ഓക്കെ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ടാവും, പക്ഷെ ശരിക്കും നിങ്ങളുടെ മൈൻഡ് എവിടെയാണോ ഉള്ളത് അവിടെ ഇല്ല. നിങ്ങളുടെ മൈൻഡ് ഫുൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ചിന്തകളും കാര്യങ്ങളും കിടക്കുന്നത് ഫുൾ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ചുറ്റിപ്പറ്റിയൊക്കെ ആയിരിക്കാം. പഴയ മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എന്താ അവരുടെ അവസ്ഥ, എന്നെ ഓർക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടാവാം, അവരുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ആ ഒരു എനർജിയൊക്കെയാണ് നിങ്ങളുടേതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അതേസമയം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ വളരെയധികം റിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഫിനാൻഷ്യലിയൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു ബന്ധമൊക്കെ ആയിരിക്കാം. ചിലവർക്ക്, എല്ലാവർക്കും ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം.
അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു ഫേസ് എന്ന് പറയുന്നത്, അവർ എവിടെയാണുള്ളത് അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നുണ്ടാവാം. അവരുടെ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അതിനകത്തൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളിവിടെ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്നൊരവസ്ഥയിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഫോക്കസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ 3 പേരുടെ എനർജിയാണ് നമുക്കിതിനകത്ത് മെയിനായിട്ട് കയറിയിരിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ അപ്പുറത്തും ഇപ്പുറത്തും 2 വ്യക്തികളുണ്ട്. അതിലൊന്ന് നിങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് വേറൊരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു റീഡിംഗ് ആണിത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനകത്ത് 3 പേര് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ 3 പേര് ഇതിനകത്ത് ഈ കോംബോ ഉള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ പേഴ്സൺ ഇതിന് രണ്ടിനകത്തും പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലൊരു പരിഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി ഒക്കെ തരാതെ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അവർ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഇമോഷണലി നല്ല രീതിയിൽ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചെയ്യാത്തതായിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരുപാട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതായിട്ട് തന്നെ കാണാം. പക്ഷെ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധ മുഴുവൻ ആ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിലേക്കായിരിക്കാം ഇപ്പോൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് ആ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കൂടുതലായപ്പോൾ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് കടന്നു വന്നപ്പോഴായിരിക്കാം ഇപ്പോൾ ഉള്ള ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ മാനസിക വിഷമമൊക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നത്. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നേരത്തെ തന്ന ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ പിൻവലിച്ചത് അതുകൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളിവിടെ വീണ്ടും എന്തൊക്കെയോ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് പാളിപ്പോയതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു അകലുന്ന സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു സമ്മർദ്ദം കൊടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേഷന് ശ്രമിച്ചിട്ടുണ്ടാവാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതെല്ലാം ഒരു തിരിച്ചടിയായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അതായത് നല്ലത് വിചാരിച്ച് ചെയ്ത കാര്യം ഒന്നുകൂടി കാര്യങ്ങൾ കുളവാക്കുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് മൊത്തത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവണം, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു സ്റ്റെപ്പ് എടുത്തത് വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഈ ഒരു പേഴ്സണിൻ്റെ ഒപ്പം ഉള്ള ഒരു വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. മാത്രമല്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടൊന്ന് തുണ്ടും രണ്ടെന്ന് പറയുന്നത് പോലെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ടുന്നൊരു ഘട്ടമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പേഴ്സൺ കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ അതായിരിക്കാം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ട് നിങ്ങളോട്. പക്ഷേ അതവർ കൺട്രോൾ ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ്. ഇമോഷൻസ് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് കിട്ടാത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ചിലപ്പോൾ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇമോഷൻസിനേക്കാളും കൂടുതലായിട്ട് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി, റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നവരുടെ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് വരാനോ അവിടെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാതിരിക്കാനോ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവിടെ അവരുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അവിടെ അവരുടെ ഒരു ശ്രദ്ധ വേണം എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജിയിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണ്. അതായത് നിങ്ങൾ ഇതിനകത്ത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം ശരിയായി മാറും എന്നുള്ള ഒരു തോന്നലായിരിക്കും. നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പേഷ്യൻസ് ലെവലാണ്. ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ടാണോ ഒന്ന് അകന്ന് മാറി നിൽക്കുന്നതെങ്കിൽ പോലും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ
ഗിവ് ആൻഡ് ടേക്ക് കിട്ടാതെ ആയിട്ടൊക്കെ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് സഫർ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാക്രിഫൈസ് അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിങ്ങളുടെ ഒരു എനർജീസ് നോക്കുമ്പോൾ വളരെയധികം നമ്മൾ കണ്ണീരിൽ മുങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ല. അത്രയേറെ ഒരു മാനസിക സമ്മർദ്ദവും വിഷമവും ഒക്കെ അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. എന്തൊക്കെ ഇനി ചെയ്യണം എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് കാണുന്നത്. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ച് അവരിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിട്ടാണ് അവരുടെ ഒരു എനർജി നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ സെലിബ്രേഷൻസോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നും കൂടി ഡൗൺ ആയിപ്പോവും. കാരണം നിങ്ങളിവിടെ ഇരുന്ന് വേദനിക്കുന്നു, വിഷമിക്കുന്നു, കരയുന്നു. അവിടെ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ വേറെ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ സെലിബ്രേഷൻസിൽ പങ്കെടുക്കുന്നു, അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു, അതിനകത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു. നിങ്ങളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥ. എങ്കിലും നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രെസ്ഡ് ആണ്. നിങ്ങളുടെ കാര്യം ചിന്തിക്കുമ്പോൾ അവർക്കൊരു നല്ല സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. എന്നാൽ അവരുടെ ഇപ്പോഴുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് ഉപേക്ഷിച്ച് കളയാനും കഴിയില്ല. അതിനകത്ത് അവർ ശ്രദ്ധിക്കുകയും വേണം എന്നാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അത് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ പലർക്കും തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പല പല കണക്ഷൻ ആയിരിക്കാം. ചിലർക്ക് ഫാമിലി ആയിരിക്കാം, ചിലർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലവർക്ക് അവരുടെ എക്സ് ആയിരിക്കാം, മാറി മാറി വരാം. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇതിനകത്തേക്ക് വരാൻ കഴിയാത്തത്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു സ്ട്രിക്റ്റ് നേച്ചറുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുമോ? അല്ലെങ്കിൽ എല്ലാം കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്ന അവരുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളിലേക്കുള്ള കൂടുതലൊരു ഫോക്കസ് ഈ ഒരു പേഴ്സണിലേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. Okay, Tower situation, High Priestess, Page of Cups, Four of Pentacles, Six of Wands, Six of Swords, Page of Swords, Seven of Pentacles, Page of Pentacles, Two of Cups, The Sun. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് നോക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു വലിയൊരു ടവർ സിറ്റുവേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ എനർജിയിൽ നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിളായിട്ടിരിക്കുന്നൊരവസ്ഥ, കരിയറിലാണെന്നുണ്ടെങ്കിലുള്ള പ്രോഗ്രസ്, ലൈഫിൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒഴിച്ച് ബാക്കി പല കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ കമ്മിറ്റഡ് ആവേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് മാറ്റം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ടവർ ആൻഡ് ഹൈ പ്രീസ്റ്റസ്, ഈ പറഞ്ഞ രണ്ട് കാർഡ്സ് എന്ന് പറയുന്നതും രണ്ടും മേജർ ആർക്കാന കാർഡ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു തകർച്ച ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അവർ വിചാരിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും തകർന്നടിയാനായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് സീക്രറ്റ്സ് റിവീൽ ആവാൻ പോകുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.
ഇപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടീനെ അത്രമേൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അവരെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു തകർച്ച അവർക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അവരുടെ പല വിശ്വാസങ്ങളും മാറി മറിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അത് അവരുടെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാര്യം കടന്നു വരുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ഫോക്കസ് വരുന്നത് എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു പേജ് ഓഫ് കപ്സ് എനർജിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ പിന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദാറ്റ് മീൻസ് ഒരു അപ്പോളജിയാണത്. അത് മാത്രമല്ല, അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടബോധം കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് അവരുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു പേജസിൻ്റെ എനർജി തന്നെ നോക്കിക്കഴിഞ്ഞാൽ 3 പേജസ് എനർജി വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് കപ്സ്. പേജസ് എന്ന് പറയുന്നത് തന്നെ മെസ്സഞ്ചേഴ്സാണ്, കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും തരാതെ ഇരിക്കുകയാണ്, മാറി നിൽക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും. അവരുടെ ഒരു തെറ്റ് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇതിനകത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വളരെ വിസിബിളായിട്ട് കാണാം. ഇവിടെ നമ്മൾ ഒരുപാട് പോസിറ്റീവ് എനർജീസ് വേറെ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 6 ഓഫ് വാണ്ട്സ് വിക്ടറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു വിക്ടറി ഉണ്ടാവും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ വളരെ പേഷ്യൻസ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ ഒരു അംഗീകാരം കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊണ്ടുവന്ന് തരും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് വരും. എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങളിലേക്ക് വരാൻ, എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് ഈ ഒരു പേഴ്സണായിട്ട് വരുന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രയോറിറ്റി മറ്റൊരു പാർട്ടിക്ക് കൊടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇമോഷൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്ത് വെച്ച് നിങ്ങളുടെ ഒരു, നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഈ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ കാരണം അവർ നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരും. അവരായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആൻഡ് 2 ഓഫ് കപ്സ് ആൻഡ് സൺ. ഇത്രയും പോസിറ്റീവായിട്ടുള്ള 2 കാർഡ്സ് വേറെ ഇല്ല. അതും ഇത് രണ്ടും കൂടി ഒരു കമ്പൈൻ ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഏത് തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്നുള്ളതാണ്. ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു വ്യക്തിക്കും തിരിച്ചറിയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അതിനകത്ത് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഇമോഷൻസോ കാര്യങ്ങളോ ഉണ്ടായില്ല. നിങ്ങൾ ഫുൾ കരച്ചിൽ, വിഷമം, സങ്കടം അതൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. മാത്രമല്ല കുറച്ചും കൂടി ഒരു പ്രോഗ്രസ് ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. അവർ ആ ഇമോഷൻസിലേക്ക് വരും. എപ്പോഴും ഇമോഷൻസിലേക്ക് വരുമ്പോഴാണ് അവിടെ ഒരു യഥാർത്ഥത്തിലൊരു റിലേഷൻഷിപ്പ് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനകത്തൊരു ഇമോഷനും കൂടി വേണം. നമ്മൾ വെറുതെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ചിലർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് നിൽക്കുമ്പോഴല്ല, അതിനകത്ത് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി കടന്നു വരുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും മനോഹരമാകുന്നത്. അല്ലെങ്കിൽ രണ്ട് പേർക്കും എന്തൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ഫീലിംഗ് കടന്നു വരുമ്പോഴാണ്. അപ്പോൾ കറൻ്റ്ലി നിങ്ങളോട് വലിയ ഇമോഷൻസോ കാര്യങ്ങളോ ഒക്കെ കാണിക്കാതിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മനസ്സിനകത്താണ്. അവർ കൂടുതൽ മറ്റൊരു പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷൻസ് എന്താണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചില തകർച്ചകൾ വരുമ്പോഴാണ് അവർ പലരുടെയും ഒരു ട്രൂ കളർ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ എനർജി കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വഴിപാട് ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മീഡിയേറ്റേഴ്സായിട്ട് അയക്കുന്നു. ഇങ്ങനെ പലതും ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു രക്ഷയുണ്ടാവില്ല. നമ്മൾ പഠിച്ച പണി 18 നോക്കുക എന്ന് പറയുന്നത് പോലെ എല്ലാം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മൾക്ക് വിചാരിക്കുന്ന ഒരു റിസൾട്ടും കിട്ടില്ല. നമ്മൾ വളരെ നിരാശരായി പോകുന്നു. നമുക്ക് ചിലപ്പോൾ പലർക്കും ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു നിരീശ്വരവാദി ആയി പോകാൻ വരെ സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അത്രയേറെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ വരുമ്പോൾ ഇനി എന്ത് ചെയ്തിട്ടാണ് എനിക്കൊരു റിസൾട്ട് കിട്ടുക, എപ്പോഴാണ് എനിക്കൊരു നീതി കിട്ടുക എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ അതിൽ നിന്നൊന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് യൂണിവേഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അപ്പോൾ പഴയ ആൾക്കാർ പറയാറുണ്ട്, നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അവർക്കായിട്ട് എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്താൽ അത് ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു പ്രതികാരം അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എന്താണോ അതവർക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്.
നമ്മളവരുടെ പിന്നാലെ പോയി അല്ലെങ്കിൽ നമ്മളോട് എന്താണോ കാണിച്ചത് അതിന് നമ്മൾ പ്രതികാരം ചെയ്യാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കും ഒരു നെഗറ്റിവിറ്റി ആയിട്ട് വരും. പക്ഷേ അവരുടെ ഒരു സമയം എത്തുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കത് കാണാനായിട്ട് നല്ല രീതിയിൽ തന്നെ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷൻസ് ഇപ്പോൾ ഇല്ലാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ ഇമോഷൻസ് വരും. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സണെ യൂണിവേഴ്സ് സഹായിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ നിങ്ങളുടെ ഒരു എനർജി സിറ്റുവേഷൻ നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു, ആ ഒരു എനർജിയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ശ്രമിച്ചിട്ടും ഒരു റിസൾട്ട് ഇല്ലാതെ വളരെയധികം ഡിലേ ആയി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സഹി കെട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു ഭാഗ്യം കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് മാറാൻ കഴിയുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പല കാര്യങ്ങളും അനുഭവങ്ങളിലൂടെയാണ് ആളുകളെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും പാനിക് ആവേണ്ട ആവശ്യമില്ല. വളരെ സമാധാനമായിട്ട് യൂണിവേഴ്സിനെ ഏൽപ്പിച്ച് നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്ര ജെനുവിനാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ആ ഒരു നിങ്ങൾ അർഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ, മാനിഫെസ്റ്റേഷൻ, അതിനെല്ലാം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.